തമിഴ്നാട് വാൽപ്പാറയിൽ മലപ്പുറം മങ്കട സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലർ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിൽ നിന്ന് ഉടൻ കൈമാറും. മരിച്ചത് പാങ് GLP സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള 9 പേർ. അതിരപ്പള്ളി ഭാഗത്തു നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് കൂടിച്ചേരുന്നുണ്ട്. സാരംഗ്, 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്നും 800 അടി താഴ്ചയിലേക്കാണ് ഏകദേശം ഈ വാഹനം മറിയുന്നത്. അപ്പോൾ തന്നെ അപകടത്തിന്റെ ആഘാതം മനസ്സിലാക്കാവുന്നതാണ്. നിലവിലെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയാണ്? നിലവിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ് തുടരുന്നത്? സാരംഗ്. ഉമ, ഈ വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട 9 പേരുടെ മൃതദേഹങ്ങൾ അല്പം സമയത്തിനകം തന്നെ പൊള്ളാച്ചിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് കൊടുത്തുവിടും, ബന്ധുക്കൾക്ക് കൈമാറും. എനിക്ക് തൊട്ടുപുറകിലുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാം. ഇവിടെ 9 ആംബുലൻസുകളാണ് ഇങ്ങനെ നിരനിരയായി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ ആംബുലൻസുകളിലും ഓരോ മനുഷ്യരാണ്. അതായത് ആ 9 പേരടങ്ങുന്ന ആളുകൾ ഈ തൊട്ടു പിന്നിൽ കാണുന്ന, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആംബുലൻസുകളിൽ ഇങ്ങനെ ഓരോ ആളുകളുമുണ്ട്. 9 പേരുടെയും ചേതനയേറ്റ ശരീരം ഏത് നിമിഷവും ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് യാത്ര തിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള നടപടികളിലേക്ക് എത്തി. ഏത് നിമിഷവും ഈ വാഹനങ്ങൾ, അതായത് മൃതദേഹങ്ങൾ അടങ്ങിയ ആംബുലൻസുകൾ 9 ആംബുലൻസുകൾ ഉടനെ തന്നെ പുറപ്പെടും. പോലീസ് അതിൻ്റെ ബാക്കി കൂടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുന്ന് യാത്ര പുറപ്പെടും. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഒരു എസ്കോർട്ട് രീതിയിൽ മലപ്പുറം വരെ ഈ വാഹനങ്ങൾക്ക് അകമ്പടിയായി പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ 12:30 ഈ 9 പേരുടെയും മരണപ്പെട്ട 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. അത് കൃത്യം 2:20 ആദ്യത്തെ 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വാഹനം ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യം ഓരോ വാഹനങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 9 പേരാണ് വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ചേതനയേറ്റ ശരീരം യാത്രയാക്കുന്ന കാഴ്ചയാണ് പോകുന്നത്. തമിഴ്നാടിൻ്റെ ആംബുലൻസുകളിലാണ് അവർ മലപ്പുറത്തേക്ക് അവസാന ഒരു മടക്കയാത്ര പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ ഇത്തരത്തിൽ ഒരു വിനോദയാത്രയുടെ ഭാഗമായിട്ട് വന്ന 9 മനുഷ്യരാണ്. അവർ ജീവനറ്റുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേരളത്തെ അല്ലെങ്കിൽ മലയാളികളെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇന്നലെ വാൽപ്പാറയിൽ സംഭവിച്ചത്. വൈകിട്ട് 5:30 അല്ലെങ്കിൽ 5:15 ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. 800ഓളം അടി താഴ്ചയുള്ള ഒരു വലിയ കൊക്കയിലേക്ക് മിനി ട്രാവലറിൽ മലപ്പുറത്ത് നിന്ന് യാത്ര തിരിച്ച സംഘം വാൽപ്പാറ 13ാം നമ്പർ ഹെയർപിനിലെത്തുമ്പോൾ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ട് ആ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് 9ാം വളവിലാണ് ആ വാഹനം നിരവധി തവണ മറിഞ്ഞ് വലിയ അപകടത്തിലൂടെ അങ്ങനെ ഏറ്റവും അവസാനം 9ാം വളവിൽ ഇടിച്ച് ചെന്ന് തകർന്നു വീഴുന്നതും. അതിലുണ്ടായിരുന്ന 13 ആളുകളാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ 9 പേർ മരണപ്പെട്ടു. ബാക്കി 4 പേർ മാത്രമാണ് ജീവനോടെയുള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒന്ന്, അതായത് തകർന്ന വാഹനം, അപകടത്തിൽപ്പെട്ട വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, അതോടൊപ്പം തന്നെ ആ സ്കൂളിൽ നിന്ന് യാത്ര പുറപ്പെട്ട സ്കൂളിൻ്റെ ഡ്രൈവർ, മറ്റ് ഒരു കുട്ടി, അതോടൊപ്പം തന്നെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്തായാലും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ കുട്ടി ഗുരുതര നില തരണം ചെയ്തു, മറ്റ് പ്രശ്നങ്ങളില്ല. അങ്ങനെ 4 മനുഷ്യരാണ്. 13 പേരടങ്ങുന്ന സംഘത്തിൽ ഇനി 4 പേരാണ് ബാക്കിയുള്ളത്. ബാക്കി 9 പേരും മരണപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 12:30 തന്നെ കൃത്യം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. അതിനുശേഷം 2:20 ആദ്യത്തെ ആളുകളുടെ, അതായത് ഒരു 4ഓളം ആളുകളുടെ പോസ്റ്റ്മോർട്ടം ആദ്യം പൂർത്തിയായി. ബാക്കി 5 പേരുടെ പോസ്റ്റ്മോർട്ടം 2ാം ഘട്ടമായിട്ടാണ് പൂർത്തീകരിച്ചത്. ഏതാണ്ട് ഒരു 4 മണിയോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും എല്ലാ ആളുകളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. അതിനുശേഷം
ഇപ്പോൾ കൃത്യം 6:08 കഴിഞ്ഞു. ഈ സമയത്തോടു കൂടി തന്നെ മൃതദേഹങ്ങൾ ഈ നടപടികളൊക്കെ പൂർത്തിയാക്കി അങ്ങ് മലപ്പുറത്തേക്ക് യാത്ര അയപ്പിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും ഇന്നലെ രാത്രി എത്തിയിരുന്നു. കുടുംബാംഗങ്ങൾ പലരുടെയും കുടുംബാംഗങ്ങൾ പോലും ഈ മരണപ്പെട്ട വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം നടന്ന കാര്യം അറിയാമെങ്കിൽ പോലും പലരും മരിച്ച വിവരം സ്വന്തക്കാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങളെ ഇത്തരത്തിൽ മലപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വന്നിട്ടുള്ളത്. പലരും വിചാരിച്ചിരിക്കുന്നത് അപകടം സംഭവിച്ചു, പരിക്കുകളുണ്ട്, എന്നാൽ മരണപ്പെട്ട വിവരം പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും ആ മരണപ്പെട്ടവരുടെ പേര് ഒന്നുകൂടി നമുക്ക് പറയാവുന്നതാണ്. അജിത 54 വയസ്സ്, പ്രഥമ അധ്യാപികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം പാങ്ങിൽ നിന്നുള്ള സ്കൂളിലെ അധ്യാപകരാണ്. അജിത 54 വയസ്സ്, പ്രഥമ അധ്യാപികയാണ്. അതുപോലെ തന്നെ റംല 52 വയസ്സ്, സുഹറ 43 വയസ്സ്, അധ്യാപികയാണ്. ആശ 41 വയസ്സ്, അധ്യാപികയാണ്. മജീദ് 43 വയസ്സ്, അധ്യാപകനാണ്. സാജിദ 45 വയസ്സ്, അധ്യാപികയാണ്. ഷക്കീല, റുക്കിയ, ഹിഷാം 10 വയസ്സാണ് പെൺകുട്ടിക്കുള്ളത്. ഇങ്ങനെ 9 പേരാണ് ഇന്നലെ ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ മരണപ്പെട്ടത്. 4 പേർക്ക് ജീവനോടെയുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരു പെൺകുട്ടി, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു. വലിയ ഗുരുതര പരിക്കുകളില്ലാതെ ആ പെൺകുട്ടി സുരക്ഷിതയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം തന്നെ ബാക്കി 3 പേരുടെ നില ഗുരുതരമാണ്. അവരെ കോയമ്പത്തൂരുള്ള ആശുപത്രിയിലാണ് അതീവ ഗുരുതര അല്ലെങ്കിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ള 3 പേരും. എന്തായാലും നമ്മൾ അറിഞ്ഞതാണ് ഇന്നലെ വലിയ ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ വേനലവധിയൊക്കെയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് ഇത്തരത്തിൽ അവധി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പുലർച്ചയോടുകൂടി യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ ഇടങ്ങളും കണ്ട് യാത്ര തിരിച്ച് അതിമനോഹരമായിട്ടുള്ളൊരു യാത്രാ ദിനം കഴിഞ്ഞ് അവർ മടങ്ങുന്ന വേളയിലാണ് വാൽപ്പാറയിൽ വെച്ച് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുന്നത്. വാഹനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രണം വിട്ടതോടുകൂടി വലിയ താഴ്ചയിലേക്ക് ഈ സുരക്ഷയ്ക്ക് വെച്ചിരുന്ന കൈവരി അടക്കം തകർത്തുകൊണ്ട് ആ വാഹനം നിലം പതിക്കുകയാണ് ഉണ്ടായത്. ആ സമയം തന്നെ, അതായത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൻ്റെ ആദ്യ ഭാഗം തകർന്ന് കുറച്ചാളുകൾ, അത് ഒരു 4-3 പേർ, അതിലൊരു പെൺകുട്ടിയൊക്കെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടിയൊക്കെ പുറത്തേക്ക് തെറിച്ചു വീണു. അതുപോലെ തന്നെ ഒരു പുരുഷനും തെറിച്ചു വീണുണ്ട്, ആ റോഡിലേക്ക് തന്നെ തെറിച്ചു വീണുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഈ വലിയ താഴ്ചയിലേക്ക്, അതായത് 13-ാം നമ്പർ ഹെയർപിൻ വളവിൽ നിന്ന് 9-ാം നമ്പർ ഹെയർപിൻ വളവിലേക്ക് അവർ പതിക്കുകയായിരുന്നു. നിരവധി പാറകളൊക്കെയുള്ള ഒരു ഇടമായതുകൊണ്ട് തന്നെ പലതവണ ആ വാഹനം പാറകളിൽ ചെന്ന് ഇടിച്ച് പൂർണ്ണമായും തകർന്ന്, അതായത് വലിയ രീതിയിൽ തകർന്നാണ് ആ വാഹനം ഏറ്റവും ഒടുവിൽ 9-ാം ഹെയർപിൻ വളവിൽ ചെന്നടിയുന്നത്. ആ ഒരു ആഘാതം അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ വാഹനത്തിന് കേടുപറ്റി അല്ലെങ്കിൽ തകർന്ന നില കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രമാത്രം വലിയ അപകടമാണ് സംഭവിച്ചത് എന്ന് ഉള്ളത്. എന്തായാലും ഇന്നലെ 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കൃത്യം 4 മണിക്ക് 9 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് മൃതദേഹം കൊടുത്തുവിട്ടു. അതിനുശേഷം ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൊള്ളാച്ചി ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിക്ക് തൊട്ട് എടുത്തുള്ള ഒരു മദ്രസയുണ്ട്, അവിടെ എത്തിച്ച് ഈ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അവിടെ എത്തിച്ച് കുളിപ്പിച്ച് ശുദ്ധിയാക്കിയ ശേഷമാണ് ഇപ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇനി അവിടെ എത്തുമ്പോൾ അതിനുള്ള നടപടികൾ, അങ്ങനെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടെന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഈ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ഇവിടുത്തെ അധികൃതരൊക്കെ തന്നെയും ഇടപെട്ട് ആ മദ്രസയിലെത്തി 9 മൃതദേഹങ്ങളിൽ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുളിപ്പിച്ച് ശുദ്ധിയാക്കിയ ശേഷമാണ് അല്പം സമയം മുൻപ് മലപ്പുറത്തേക്ക് ആ സംഘം 9 പേരടങ്ങുന്ന മൃതദേഹങ്ങളടങ്ങിയ സംഘം പോലീസിൻ്റെ ഒരു എസ്കോർട്ടോടുകൂടി മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. സാരം, മറ്റൊരു കാര്യം നമുക്ക് അറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നൊരു വാർത്തയാണ്. മാത്രമല്ല ഏകദേശം 13-ാമത്തെ വളവിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും ആ ആഘാതം. മാത്രമല്ല രക്ഷാപ്രവർത്തനം എന്നത് ദുഷ്കരമായിരുന്നു. ഈ 13-ാമത്തെ വളവെന്ന് പറയുമ്പോൾ തന്നെ 30 ഹെയർപിൻ വളവുകളോട് അടങ്ങിയ ഒരു ചുരമാണ്. ഇവിടെ നിന്നും 13-ാമത്തെ വളവിൽ അപകടം സംഭവിക്കുന്നു. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു നടന്നത്? അതിലെന്തെങ്കിലും ദുഷ്കരം നേരിട്ടിട്ടുണ്ടോ? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ രക്ഷാപ്രവർത്തനത്തിൽ? അത് ഈ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് അടക്കം ഒരു പ്രശ്നമാവാൻ ആയ സാഹചര്യം ഉണ്ടായിരുന്നോ?
ഉമ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യം ഒരു 5:30 കൂടിയിട്ടാണ്, അത് ഇന്നലെ ഒരു 5:30 കൂടിയിട്ടാണ് അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ പ്രദേശവാസികൾ അപകടം അറിഞ്ഞ് എത്തിയ ആളുകൾ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇടപെട്ടെങ്കിലും വാഹനത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഈ റോട്ടിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 3-4 ആളുകൾ മാത്രമാണ് ഈ റോട്ടിലേക്ക് തെറിച്ചു വീണിട്ടുണ്ടായിരുന്നത്. അവരെ രക്ഷിക്കാനുള്ള നടപടികളൊക്കെ തന്നെയും എടുത്തത് ഈ ഓടിക്കൂടിയ ആളുകളും അതോടൊപ്പം തന്നെ അതുവഴി സഞ്ചരിച്ചിരുന്ന മറ്റ് യാത്രക്കാരുമൊക്കെയാണ്. അങ്ങനെ അവർ ഒരു അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തി. പക്ഷേ എങ്കിൽ പോലും ഈ വാഹനം ചെന്ന് പതിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13ാം വളവിൽ നിന്ന് 9ാം വളവിലേക്കാണ് ഈ വാഹനം ചെന്ന് പതിച്ചത്. അതോടൊപ്പം തന്നെ വാഹനം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലായിരുന്നു, ഇതിനടിയിൽപ്പെട്ട് കെടുക്കുന്ന അവസ്ഥയിലായിരുന്നു. നമുക്കറിയാം ഈ പലരുടെയും അതായത് പലരുടെ ദേഹം പോലും തകർന്ന് ഈ വാരിയലുകളൊക്കെ ഈ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറിയാണ് പലരും മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രമാത്രം അവരെ ബോഡി അടക്കം പുറത്തെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം എന്തായാലും ഈ വിവരമറിഞ്ഞ് ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെയും അതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ നിന്നുള്ള പോലീസിനെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളെയൊക്കെ വിവരമറിയിച്ച് അവരുടെ നേതൃത്വത്തിൽ രാത്രിയിലും ഒരു വിശദമായിട്ടുള്ളൊരു പരിശോധന നടന്നു. അത് ഈ വാഹനം പതിച്ച ആഘാതത്തിൽ പലരും വാഹനത്തിൽ നിന്ന് തെറിച്ചു പോയവരുണ്ട്, അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞവരുണ്ട്. അങ്ങനെ വലിയ ദാരുണമായിട്ടാണ് ഒരു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പുറത്തെത്തിക്കുക എന്നുള്ളത് ഇച്ചിരി കുറച്ച് ദുഷ്കരമായിരുന്നു എന്നുള്ളത് കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ അവരെയൊക്കെ കൃത്യമായിട്ട് എല്ലാവരെയും അതായത് പരിക്കേറ്റവരെ ഉടനെ തന്നെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനും തുടർന്ന് മൃതദേഹങ്ങളടക്കം ആശുപത്രിയിലേക്ക് എത്തിക്കാനും കൂടുതൽ സഹായം വേണ്ട അല്ലെങ്കിൽ വിദഗ്ധ സഹായം വേണ്ട ആളുകളെ മറ്റ് കോയമ്പത്തൂരുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാനും കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും അവരുടെ നില ഗുരുതരമാണെങ്കിലും കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെയാണ് ഈ പൊള്ളാച്ചി പോലീസും അതുപോലൊപ്പം തന്നെ നിരവധി അഗ്നിരക്ഷാ സേനാംഗങ്ങളും കൃത്യമായുള്ള ഒരു ഇടപെടൽ നടത്തിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇതിലുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയതിനു ശേഷം കേരളത്തിൽ നിന്നുള്ള സംഘം, അത് പോലീസ് സംഘം, മറ്റ് മെഡിക്കൽ സംഘം, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അങ്ങനെ തുടങ്ങി ബന്ധപ്പെട്ട അധികൃതരടങ്ങുന്ന സംഘം കേരളത്തിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിലും വലിയ സഹായങ്ങളൊക്കെ തന്നെയാണ് നടന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വി ശിവൻകുട്ടിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. വേണ്ട സഹായങ്ങളൊക്കെ തന്നെയും കേരള സർക്കാർ ചെയ്തു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ഈ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ട സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉൾപ്പെടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം, വലിയ സംഭവമായിരുന്നു അത്. ഉറ്റവരും ഉടയവരൊക്കെ അവരെങ്ങനെ ഈ വിനോദയാത്ര കഴിഞ്ഞ് അവർ മടങ്ങിയെത്തുന്നതും കാത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. പലരും അതിനിടയിൽ, അതായത് ഈ അപകടം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പലരും ഈ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഈ മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസുകളൊക്കെ ഇട്ടിരുന്നു. മറ്റ് വിനോദയാത്രക്കാരും ഇവരെയൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു യാത്ര തിരിച്ച് പോകുമ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങാനായിട്ടുള്ള ഒരു യാത്ര, അത് അവസാനത്തെ യാത്രയായി പോയി എന്നുള്ളൊരു സങ്കടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്നലെയൊക്കെ തന്നെയും അറിഞ്ഞത്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെയും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിനായിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ളത്. ശരി സാരംഗ്, എന്തായാലും അതീവ ദുഃഖകരമായ വാർത്തയാണ്, മലയാളികളെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പുറത്തുനിന്ന്. മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് ഇപ്പോൾ പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. മരിച്ചത് പാങ് GLP സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള 9 പേരാണ്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്.